ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി സുധിയെ കാണാത്തതിൽ സച്ചിക്ക് നല്ല സംശയമുണ്ട്. എന്തൊക്കെയോ ഈ പൗഡർ ഇടത്തിൽ മറച്ചു വെക്കുന്നുണ്ട് എന്ന കാര്യം സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ആന്റണിയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അവള് നീലിമയും ഇടയ്ക്ക് വിളിക്കുന്നത് മാറി നിന്ന് ശ്രുതി ഫോൺ ചെയ്യുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ താഴെ നിന്ന് ശ്രുതി ഫോൺ ചെയ്യുന്നത് മുകളിൽ നിന്നും സച്ചി കേൾക്കാൻ ഇടവരികയാണ്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഓടി വരികയാണ് സച്ചി താഴോട്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ നീ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ അറിയുന്നതെന്ന്, എൻ്റെ ഏട്ടനാണ് അവൻ, അപ്പം പിന്നെ അവനെന്താ പറ്റിയെന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും അപ്പം ഇങ്ങനെ മറ്റേ പൈസയുടെ കാര്യമൊന്നും പറയത്തില്ല. എന്തായാലും ശ്രുതിയെ ഒരു കൂട്ടർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, 50 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രനായാലും അച്ഛമ്മയ്ക്കായാലും ഒരുപാട് വിഷമം വരികയാണ്. അങ്ങനെ സച്ചി വേഗം തന്നെ അവിടെ നിന്നും ഓടിച്ചെല്ലുകയാണ് ആ ഗുണ്ടകളുടെ അരികിലേക്കായിട്ട്. അങ്ങനെ ഗുണ്ടകളുടെ അരികിലെ ചെന്നിട്ട് ഗുണ്ടകളുടെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അടിച്ചിട്ടിട്ട് ശ്രുതിയെ രക്ഷപ്പെടുത്തുകയാണ്. ശ്രുതിയും സച്ചിയും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട് പരസ്പരം. എന്നിട്ട് ശ്രുതിക്ക് ഒരുപാട് സ്നേഹം തോന്നുകയാണ് സച്ചിയോട്. അങ്ങനെ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛനൊക്കെ സച്ചിയെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. നന്നായി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്താൻ സച്ചി തന്നെ വേണ്ടി വന്നു. അത് ശ്രുതിക്കും അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാവുകയാണ്. അവനോട് ഒരുപാട് കടപ്പാടും കാര്യങ്ങളും ശ്രുതിക്കും വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ മനസ്സിലൊളിപ്പിച്ച് അവൾ വീണ്ടും അവരെ ഉപദ്രവിക്കേണ്ട കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങും. എന്തായാലും നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്താൻ സച്ചി തന്നെ ഇറങ്ങേണ്ടി വരികയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോയിലൂടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദ്രോദയത്തിൽ ഒരു പെണ്ണ് വരികയാണ്. അങ്ങനെ ഒരു കാറിലെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി വന്ന് ഇറങ്ങി, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ വരുന്നത് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നേരെ വന്നിട്ട് രേവതി ആണെങ്കിൽ അവൾ വീൽ ചെയറിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. സച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുന്ന രേവതി അന്തം വിട്ടു പോകുന്നുണ്ട്. രേവതിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതെ തലയ്ക്കൊന്നും ഇങ്ങനെ ആട്ടിയിട്ട് കണ്ണൊക്കെ ഒന്ന് ചിമ്മി ഒന്നും കൂടി നോക്കുകയാണ്. ആ സമയത്ത് അവരിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും അസൂയ മൂത്ത് നമ്മുടെ രേവതി ആ ഒരു വീൽ ചെയർ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.